പ്രിയ ദൈവജനമേ, നമ്മുടെ വിശ്വാസ ജീവിതത്തിലെ പല ആശയക്കുഴപ്പങ്ങൾക്കും വ്യക്തമായ മറുപടി നൽകുന്ന പുസ്തകമാണ് എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം. നമ്മളിൽ പലരെയും ആശയക്കുഴപ്പത്തിലാക്കുന്ന ഒരു ചോദ്യമാണ്, പൂർവികരുടെ പാപം വരും തലമുറയെ ബാധിക്കുമോ? പൂർവികരുടെ പാപം നിമിത്തം പിന്നീട് വരുന്ന തലമുറ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമോ? പ്രവാചകൻ പറയുന്നു, ഒരിക്കലുമില്ല. 18-ാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ നാം വായിക്കുന്നു, പിതാക്കന്മാർ പുളിക്കുന്ന മുന്തിരിങ്ങ തിന്ന് മക്കളുടെ പല്ല് പുളിച്ചുവെന്ന് ഇനി ഇസ്രായേൽ ജനം പറയാതിരിക്കട്ടെ. 18-ാം അധ്യായം 20-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, പാപം ചെയ്യുന്നവൻ മാത്രമായിരിക്കും മരിക്കുക. പുത്രൻ പിതാവിൻ്റെ തിന്മകൾക്ക് വേണ്ടിയോ പിതാവ് പുത്രൻ്റെ തിന്മകൾക്ക് വേണ്ടിയോ ശിക്ഷിക്കപ്പെടുകയില്ല. പുത്രൻ്റെ ദുഷ്ടതയ്ക്ക് പുത്രനും പിതാവിൻ്റെ ദുഷ്ടതയ്ക്ക് പിതാവും ശിക്ഷ അനുഭവിക്കും. ഓരോരുത്തർക്കും അവരവരുടെ പ്രവൃത്തികൾക്കുള്ള പ്രതിഫലം ലഭിക്കും. രണ്ടാമത്തെ ചോദ്യം, ദുഷ്ടൻ്റെ മരണത്തിൽ ദൈവത്തിന് സന്തോഷമുണ്ടോ? ഉത്തരം, ദുഷ്ടൻ പാപമാർഗങ്ങൾ ഉപേക്ഷിച്ച് ജീവൻ പ്രാപിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. 18-ാം അധ്യായം 21-ഉം 22-ഉം വാക്യങ്ങളിൽ ഇത് വ്യക്തമാണ്. ദൈവം പറയുന്നു, എന്നാൽ ദുഷ്ടൻ താൻ ചെയ്ത പാപത്തിൽ നിന്നെല്ലാം പിന്തിരിയുകയും എൻ്റെ കൽപ്പനകൾ അനുസരിക്കുകയും നീതിയും ന്യായവും പ്രവർത്തിക്കുകയും ചെയ്താൽ അവൻ തീർച്ചയായും ജീവിക്കും, മരിക്കുകയില്ല. അവൻ ചെയ്തിട്ടുള്ള അതിക്രമങ്ങൾ അവനെതിരായി പരിഗണിക്കപ്പെടുകയില്ല. അവൻ പ്രവർത്തിച്ചിട്ടുള്ള നീതിയെ പ്രതി അവൻ ജീവിക്കും. ദുഷ്ടൻ്റെ നാശത്തിലല്ല, മറിച്ച് അവൻ മനസ്സ് തിരിഞ്ഞ് തിന്മ ഉപേക്ഷിച്ച് രക്ഷപ്പെടണമെന്നാണ് ദൈവമായ കർത്താവ് ആഗ്രഹിക്കുന്നത്. തീത്തോസ് 2-ാം അധ്യായം 11-ാം വാക്യത്തിൽ നാം ധ്യാനിക്കുന്നു, എല്ലാ മനുഷ്യരുടെയും രക്ഷയ്ക്കായി ദൈവത്തിൻ്റെ കൃപ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. സ്നേഹമുള്ളവരെ, ആരും നശിച്ചു പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. തങ്ങളുടെ തെറ്റുകൾ മനസ്സിലാക്കി അനുദപിച്ച് അതേറ്റ് പറഞ്ഞ് ജീവിക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. രക്ഷകനായ യേശുവേ, ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും